ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC നോട്ട്സ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2018 കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ്. എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് സിജി ബിജു എന്ന പേരിലാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പ്രൊഫൈൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിരിക്കാം. അതുപോലെ ഏകദേശം 650ഓളം ഫ്രീ ലെസൺസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഡിസംബർ ലാസ്റ്റ് വീക്കിലെ കറണ്ട് അഫേഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അന്നേരം പഠിക്കുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ അങ്ങ് പഠിച്ചു പോകുക. പിന്നീട് നമുക്ക് MCQ ഒക്കെ ചെയ്യുന്ന ടൈമിൽ വളരെ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി, അതായത് ഇൻ്റർനാഷണൽ ലെവൽ ഒരു റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ വാരണാസിയിലാണ്. എവിടെയാണ്? വാരണാസിയിലാണ് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്റർ ക്യാമ്പസ് ഇൻ വാരണാസിയിലാണ് വന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഏതൊരു സംഭവം ഇനാഗുറേറ്റ് ചെയ്തത്? ഇൻ്റർനാഷണൽ ലെവലിലുള്ള റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ISARC എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ റൈസ് റിസർച്ചും അതുപോലെ തന്നെ ട്രെയിനിങ്ങും സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കുക എന്നാണ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് റിസർച്ചിൻ്റെയും അതിൻ്റെ ട്രെയിനിങ്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണ് വന്നത്? വാരണാസിയിലാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതേസമയം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹാപ്പിനെസ് കരിക്കുലം സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡൽഹിയാണെന്ന കാര്യം ഓർക്കുക. കൂടാതെ നമുക്കിപ്പം പഠിക്കേണ്ട പോയിന്റ് ഇതാണ്, മധ്യപ്രദേശിൽ ഹാപ്പിനെസ് മിനിസ്ട്രി വന്നിട്ടുണ്ട്. ഇപ്പം അതിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കാനാണ് അടുത്തിടെ തീരുമാനിച്ചത്. അന്നേരം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹാപ്പിനെസ് മിനിസ്ട്രിയിൽ ലയിപ്പിക്കാൻ പോകുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? മധ്യപ്രദേശാണ്. ഓൾറെഡി നമുക്കറിയാം ഹാപ്പിനെസ് മിനിസ്ട്രി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ആ മധ്യപ്രദേശിനകത്ത് ഇപ്പോൾ ആ ഒരു മിനിസ്ട്രിയിലോട്ട് തന്നെ ഏതിനെ കൂടെ ലയിപ്പിക്കുവാണ്? ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആധ്യാത്മിക് വിഭാഗ് എന്ന് പറയുന്ന സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ വരുന്നത്? മധ്യപ്രദേശാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ ഒരു അവാർഡ് നമ്മുടെ വെങ്കയ്യ നായിഡു, അതായത് ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് അവാർഡ്. ഏത് അവാർഡാണ്? ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് അവാർഡ് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള N ബിരേൻ സിംഗിനാണ്. ഓർത്തു വെച്ചേക്കുക, ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് അവാർഡ് ആർക്കാണ് കിട്ടിയത്? മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ബിരേൻ സിംഗിനാണെന്ന കാര്യം ഓർക്കുക. ആരാണ് നൽകിയത്? വെങ്കയ്യ നായിഡു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് അവാർഡ് ലഭിച്ച വ്യക്തി മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ N ബിരേൻ സിംഗ്. ഓക്കെ, അന്നേരം നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്റർ ക്യാമ്പസ് എവിടെയാണ് വരുന്നത്? വാരണാസിയിലാണ്. ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? നരേന്ദ്രമോദിയാണ്. മധ്യപ്രദേശിൽ ഹാപ്പിനെസ് മിനിസ്ട്രിയുമായിട്ട് ചേർന്നിട്ട് ഏത് മിനിസ്ട്രിയും കൂടെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വരാൻ പോവുകയാണ്? സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ അതിനകത്തൊന്ന് മിങ്കിൾ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ അതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്തത് വെങ്കയ്യ നായിഡു നമ്മുടെ ചേഞ്ച് ഓഫ് ചാമ്പ്യൻസ് അവാർഡ് ആർക്കാണ് കൊടുത്തത്? മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള N ബിരേൻ സിംഗ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ തലത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടല്ലോ, ആ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു ടോൾ ഫ്രീ നമ്പർ സ്റ്റാർട്ട് ചെയ്തു. നമ്പർ കാണാതെ പഠിക്കണം. 144 144 എന്ന് പറയുന്നത് 12ൻ്റെ സ്ക്വയർ അല്ലേ? 144 ജസ്റ്റ് അതിൻ്റെ കൂടെ 33 കൂടെ എഴുതി വെക്കുക. അന്നേരം 5 നമ്പർ ഉണ്ടെന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഓൺലൈൻ കംപ്ലൈൻറ്റ് ഫയലിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് NHRC സ്റ്റാർട്ട് ചെയ്ത ടോൾ ഫ്രീ നമ്പറാണ് 144 എന്ന് പറയുന്നത്. എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 144 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലൈനായിട്ട്
കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ് 144-33. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് നമ്മുടെ ലൂക്ക മോഡ്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. അതായത് ബാലൻ ഡിയോർ പുരസ്കാരം 2018 ലഭിച്ച വ്യക്തിയാണ് ലൂക്ക മോഡ്രിക് എന്ന് പറയുന്നത്. ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ക്രൊയേഷ്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള ലൂക്ക മോഡ്രിക്കിന് വേറെ ഒരു അവാർഡൂടെ ലഭിച്ചു. ഏതാണ്? ബാൽക്കൻ അത്ലറ്റ് ഓഫ് ദ ഇയർ. ഏത് അവാർഡാണ്? ബാൽക്കൻ അത്ലറ്റ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ക്രൊയേഷ്യൻ ക്യാപ്റ്റനായിട്ടുള്ള ലൂക്ക മോഡ്രിക്കിനാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ബാലൻ ഡിയോർ പുരസ്കാരത്തിന് 2-3 പോയിന്റ്സ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ അക്കാഡമിയുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി തീർച്ചയായിട്ടും കാണുക. ഏകദേശം നമ്മൾ 40ഓളം വീഡിയോസ് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് VA തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ കോഴ്സുകളാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോളോ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ഇതാണ്. ഒരു ബുക്കിൻ്റെ പേരാണ് Early Indians, The Story of Our Ancestors and Where We Came From. എന്താണ്? Early Indians, The Story of Our Ancestors and Where We Came From. ഇപ്പം നമ്മളിവിടെ ഓർത്ത് വെക്കണം. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് കുറേ അധികം ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പേരുകളും അതിൻ്റെ ഓതേഴ്സും എല്ലാം കൂടെ ഓർത്ത് വെക്കാൻ പാടാണ്. അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ ജസ്റ്റ് കീവേഡ്സുകൾ മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, ആരാണ് ചെയ്തിട്ടുള്ളത്? ടോണി ജോസഫിൻ്റെ ബുക്കാണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് ടോണി ജോസഫിൻ്റെ ബുക്ക്. നമ്മളിവിടെ ഓർത്ത് വെച്ചേക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് എന്നോ ആൻസസ്റ്റേഴ്സ് എന്നെങ്കിലും ഓർത്ത് വെച്ചേക്കുക. ആരുടെ ബുക്കാണ്? ടോണി ജോസഫ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. അതായത് ന്യൂ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ. ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? ആരാണ്? സുധീർ ഭാർഗവയാണ് ഇപ്പോൾ ആ ഒരു പൊസിഷൻ വഹിക്കുന്നത്. ഏത് പോസ്റ്റാണ്? ന്യൂ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ. അതായത് പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് സുധീർ ഭാർഗവയാണ്. അന്നേരം നമുക്ക് ആദ്യമായിട്ട് വരാൻ ശ്രദ്ധിക്കുക. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 144-33 ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലൈൻ കംപ്ലൈൻറ്റ് ഫയലിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ക്രൊയേഷ്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള ലൂക്ക മോഡ്രിക്കിനാണ് ബാൽക്കൻ അത്ലറ്റ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. ടോണി ജോസഫിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് ഏതാണ്? ഏർലി ഇന്ത്യൻസ്, ദ സ്റ്റോറി ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ആൻഡ് വേർ വി കെയിം ഫ്രം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുതിയ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയാണ് സുധീർ ഭാർഗവ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ 2019 എന്ന് പറയുന്ന വർഷം ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് ഇയർ ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിട്ടാണ്. എന്താണ്? ഇയർ ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത്. ഏത് വർഷമാണ്? ഈ ഒരു വർഷം 2019. ഏത് രാജ്യമാണ്? ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. അതായത് ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയർ ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓർത്തിരിക്കേണ്ടതാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. ആ 2 കീവേഡ്സാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇയർ ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഉസ്ബെക്കിസ്ഥാനാണ്. അടുത്തത് ഒരു കമ്മിറ്റിയാണ്. പല കമ്മിറ്റികളും നമ്മൾ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. അടുത്തൊരു കമ്മിറ്റിയാണ് BVR മോഹൻ റെഡ്ഡി കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ്? BVR മോഹൻ റെഡ്ഡി കമ്മിറ്റി എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓർത്തിരിക്കേണ്ട കീവേഡ് ഇതാണ്. AICTയുമായിട്ട് ബന്ധപ്പെട്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2020 ആകുമ്പോഴത്തേക്കും AICTയോട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം അതിന് വേണ്ടിയിട്ട് നല്ല ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ BVR മോഹൻ റെഡ്ഡിയാണ്. ആരാണ്? BVR മോഹൻ റെഡ്ഡിയാണ് AICTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്. പേരെന്താണ്? BVR മോഹൻ റെഡ്ഡി. മറക്കരുതേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ജെൻഡേഴ്സ് അതായത് നമുക്കറിയാം ഭിന്നലിംഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടായാൽ കേസ് ഫയൽ ചെയ്യുന്നത് IPCയുടെ ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ
354A പ്രകാരമാണ്. ഏത് സെക്ഷൻ പ്രകാരമാണ് IPC 354A പ്രകാരമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് സെക്ഷൽ ഹറാസ്മെൻ്റ് ഉണ്ടായാൽ കേസുകൾ ഫയൽ ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത് IPC 354A ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. എന്തോ ബാങ്കാണ്? ഇസാഫ് എന്ന് പറഞ്ഞ ബാങ്ക് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്തിടെ, അതായത് കഴിഞ്ഞ ആഴ്ച അതിന് ഇമ്പോർട്ടൻസ് വരാൻ കാര്യം, അതായത് ഷെഡ്യൂൾ ബാങ്കായിട്ട് RBI ഈ ഒരു ബാങ്കിനെ അംഗീകരിച്ചു. കേരളത്തിൽ നിന്നുള്ള 5ാമത്തെ ഷെഡ്യൂൾഡ് ബാങ്കാണ് ഇസാഫ് ബാങ്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഇസാഫ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ തൃശ്ശൂർ ആണ് വരുന്നത്. എന്താണ്? ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് കേരളത്തിൽ എവിടെയാണ്? തൃശ്ശൂരാണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. അന്നേരം നമുക്ക് ആദ്യമായിട്ട് വരാം. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് 2019 ഇയർ ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചത്. BVR മോഹൻ റെഡ്ഡി എന്ന് പറഞ്ഞത് AICTയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ ഹെഡാണ് BVR മോഹൻ റെഡ്ഡി എന്ന് പറയുന്നത്. IPC 354A പ്രകാരമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IPCയുടെ സെക്ഷൻ 354A ആണ്. ഇസാഫ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് കേരളത്തിലെ എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ആണെന്ന കാര്യം ഓർക്കുക. അന്നേരം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കൂടാതെ ഇപ്പോൾ കേരള PSC KS വരെയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പറഞ്ഞിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞത്, മലയാളം വൊക്കാബുലറി സിലബസ് എന്ന് പറഞ്ഞത് ഈ ഒരു 15 ടോപ്പിക്കാണ്. ഈ 15 ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 10 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്ന എക്സാമുകൾക്കെല്ലാം പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അതായത് LDC VO തുടങ്ങിയവർക്കും മലയാളം ഗ്രാമർ വേണം എങ്കിലും, അതായത് ഡിഗ്രി ലെവൽ എക്സാമിന് ഉള്ളി മലയാളം വൊക്കാബുലറി മാത്രം മതി. അതായത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെയ്ഡ് കോഴ്സ് അൺഅക്കാഡമിയിൽ ജസ്റ്റ് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. 20-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അതായത് മലയാളം പാടായിട്ടുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട് അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. കൂടാതെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഇടാം. ആർക്കെങ്കിലും ആ ഒരു കോഴ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഓക്കെ, താങ്ക്